ഇവിടെ ഇവിടെ ഇടത് നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ രാജേഷ് സംസാരിക്കുന്നു. ഞാൻ എന്റെ അഭിപ്രായത്തിൽ രാജേഷ് സാറ് ഇടത് നിരീക്ഷകൻ ഒഴിവാക്കിയിട്ട് ഇടത് ന്യായീകരണ തൊഴിലാളി എന്ന ആക്രമണമാണ്. എത്ര കഷ്ടമാണ്, എത്ര നമ്മുടെ ഒരു ആശാ വർക്കർമാരുടെ ജീവിതം എത്ര സങ്കടത്തോടെയാണ് ആശാ വർക്കർ പറയുന്നത് കേൾക്കുന്നില്ലേ? അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പച്ച നുണ പ്രചരിപ്പിക്കുകയാണ്, ന്യായീകരിക്കുകയാണ് സർക്കാരിന് വേണ്ടിയിട്ട്. കാരണം അവരുടെ കഷ്ടപ്പാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയ അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഒരു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവർ നടത്തുന്ന സമരത്തെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്നെ ആലോചിച്ചു. ഇവിടെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അതൊരു പിണറായി സർവീസ് കമ്മീഷൻ ആക്കിയിട്ട് ഇവർ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 പിണറായി വിജയൻ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഇവർ പിൻവാതിൽ വഴി നിയമനങ്ങൾ കൊടുക്കുന്നു. ഇവിടെ PSC അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊക്കെ തോരാതെ സംസാരിക്കുന്നത് കേട്ടു. എന്ത് ഇതാണ് ഇവിടെ നടന്നത്? ഇവിടെ PSC പരീക്ഷ ഈ കേരളത്തിലല്ലേ ചോർത്തി കൊടുത്തത്? ഈ PSC പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ, ഉത്തര പേപ്പറുകളൊക്കെ ഇവിടുത്തെ ഒരു കോളേജിൽ നിന്ന് DYFIക്കാരിൽ നിന്നും SFIക്കാരിൽ നിന്നും പിടിച്ച സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം. അപ്പോഴാണ് ഇവിടുത്തെ നടത്തിയ ഇതിനെക്കുറിച്ച് നമ്മുടെ വാടോജാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു തരം എന്താ പറയാ, ഈ പിണറായി സ്തുതി പാഠകരായിട്ടുള്ള ആളുകൾ ഇവർക്ക് കാരണം PSC അംഗം ആവുന്ന സമയത്ത് ഇവർക്ക് കോടിക്കണക്കിന് ഉറുപ്പിയുടെ വരുമാനങ്ങൾ ഉണ്ടാകുന്നു. പിൻവാതിൽ വഴി നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് വരുമാനങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇത് ഒരു വിഭാഗം പാർട്ടിയിലേക്ക് കൊടുക്കുന്നു, ബാക്കി അവർ എന്താ പറയാ അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു. ഇവിടെ തൊഴിലിന് വേണ്ടിയിട്ട് ഇവിടെ യുവാക്കള് തെരുവില് സമരം ചെയ്തത് ഈ സംസ്ഥാനത്താണ്. കാരണം മറ്റു വലിയ സംസ്ഥാനങ്ങളിൽ പോലും PSC അംഗങ്ങളുടെ എണ്ണം എന്താ ഒരു കൈയുടെ വിരലിൽ എണ്ണാവുന്നത് മാത്രമാകുന്ന സമയത്ത് നമുക്കൊരു 2 കൈയും പോരാതെ മതിയായിരിക്കുകയാണ്. അവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു വരുമാനം ഒന്ന് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിത നിലവാരം ഒന്ന് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ആശാ വർക്കർമാർ തെരുവിൽ സമരം ചെയ്യുമ്പോൾ അതിനെ പുച്ഛത്തോടും നീചമായിട്ടും ആ സമരം നടക്കുമ്പോൾ തന്നെയാണ് എനിക്കതാ സങ്കടം. അവര് തെരുവില് സമരം നടത്തുമ്പോൾ തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരാളെ ഡൽഹിയിൽ നിയമിച്ചിട്ടുണ്ട്. ഇവിടെ 20 MP മാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സംവിധാനങ്ങളും എല്ലാ പരിഹാരങ്ങളും ഉണ്ട്. അതിന് പുറമെ ഒരാളെ ഡൽഹിയിൽ വേറെ നിയമിച്ചിരിക്കുകയാണ്. ആ നിയമിച്ചിട്ട് കേന്ദ്ര സർക്കാരുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദവി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കുറെ കാലമായിട്ട് അയാൾക്ക് അയാളെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നു. അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡൽഹിയിൽ ഇരുന്ന് എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഈ കേന്ദ്ര സർക്കാർ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും? ഞാൻ പറഞ്ഞല്ലോ, രാജ്യം മുഴുവൻ ഒരേപോലെയാണ് നരേന്ദ്രമോദി സർക്കാർ കാണുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ. 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇന്ന് നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയലും അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാരിന് എന്താ പറയുക, ഒരു ബയലാറ്ററൽ ഇതിന് വേണ്ടിയിട്ട് ഒരാളെയും ആവശ്യമില്ല. കാരണം ഇവിടെ നിന്നുള്ള MP മാർ, ഇവിടെ നിന്നുള്ള മന്ത്രി അംഗങ്ങൾ അവരൊക്കെ കൃത്യമായി പണിയെടുത്താൽ മതി. അവർ പണിയെടുക്കാത്തതിന്റെ പേരിലായിരിക്കുമല്ലോ ഒരാളെ അവിടെ കൊണ്ട് സ്ഥാപിച്ച് അപ്പൊ അവർക്ക് പണം കൂട്ടിക്കൊടുക്കുന്നു. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കർമാർ, തൊഴിൽ തേടുന്ന ആളുകൾ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന സമയത്ത് ഒക്കെ സമരം ചെയ്യും. ആ സമരത്തെ പന്നിളിച്ച് കാണിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്ന് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അവരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പിന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളുമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സമരത്തിന്റെ രാഷ്ട്രീയ നിറം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. ഒരിക്കലും അതൊരു രാഷ്ട്രീയ സമരമല്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളും അവർ തന്നെ വ്യക്തമാക്കുന്നു. എന്നിട്ട് അവർക്ക് എന്താ പറയാ, അവർ പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് അതിൽ കിട്ടാൻ പോകുന്നത് ഈ ന്യായീകരണ തൊഴിലാളികൾക്ക്? നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം PSC അംഗമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് പിൻവാതിൽ വഴിയുള്ള നിയമനമാണോ നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്? എന്താണ് CPM നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾ ഈ ന്യായീകരിക്കുന്നതിന്റെ പേരിൽ? അപ്പോ ഈ സർക്കാർ അധികാരത്തിലേറുന്നത് മുതൽ ഇവിടെ PSC നിയമനത്തിൽ വലിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ കുറവുകൾ. പല നിയമനങ്ങളും നടക്കുന്നില്ല. പല പരീക്ഷകളും ചോരുന്നു. പല പരീക്ഷകളിലും പിൻവാതിൽ വഴിയുള്ള നിയമനങ്ങൾ നടക്കുന്നു.